ഞാൻ ആക്ച്വലി ഒരു ഫിലിം സ്റ്റാർ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഫിലിം സ്റ്റാർസിനെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അതൊരു വലിയൊരു സംഭവമാണ്. അങ്ങനെ അവരെ ഒന്നും പുറത്ത് കാണാൻ പറ്റുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ഒരു ദിവസം പാർവതി എന്നെ വിളിച്ചു. ഞാൻ ബ്യൂട്ടി പാർലറൊക്കെ തുടങ്ങി വളരെ ചെറിയ രീതിയിലാണ്, അങ്ങനെ വലിയൊരു വിപുലീകരിച്ചുള്ള ഒരു പാർലറൊന്നുമല്ല, വളരെ ചെറിയൊരു 2 മുറിക്കകത്താണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ സിനിമാ നടി പാർവതി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാർവതിക്കൊരു ഫേഷ്യൽ ചെയ്യാൻ എന്തിനും ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. എനിക്കങ്ങ് പാർവതി എന്നെ വിളിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി കാണാനായിട്ട്. ഞാനങ്ങനെ പാർവതി വരുന്നത് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ പാർവതി എൻ്റെ മുമ്പിൽ വന്നിട്ട് എനിക്ക് വിശ്വസിക്കാൻ വയ്യ, ഞാൻ പാർവതിയായി കാണുന്നതെന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ വയ്യ. അത് കഴിഞ്ഞിട്ട് വന്ന ഐബ്രോസൊക്കെ എടുത്ത് അന്ന് വെച്ച് പീലാണ് കൂടുതൽ പാർവതി ചെയ്യുന്നത്, കാരണം ഫേഷ്യലൊന്നും ചെയ്യാറില്ല. വെച്ച് പീലൊക്കെ ചെയ്തു, അങ്ങനെ എല്ലാം ചെയ്ത് അങ്ങനെ പോയി. പിന്നെ ഞാൻ ആദ്യം എനിക്കിവിടെ ക്ലയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം ഞങ്ങൾ ഭയങ്കര ക്ലോസായി, പാർവതി ഞാനും കൂടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഭയങ്കര വീട് പോലെയായിരുന്നു. കാരണം എൻ്റെ മോനാണെങ്കിൽ കൊച്ചുമോൻ, അവന് വലിയ ഇഷ്ടം പാർവതി ഉണ്ട്. ഞങ്ങളൊക്കെ കളിയാക്കുമായിരുന്നു. അവൻ്റെ ഒരു നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അശ്വതി ചേച്ചി എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുവരെ ചെയ്യുന്നത്. അവൻ കൊച്ചു ചേർക്കനാണ്. അപ്പം അങ്ങനെ അത്രയ്ക്ക് അടുപ്പമായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങൾ വല്ലതൊക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ പതുക്കെ കുറേ നേരമൊക്കെ ഇരുന്ന് എല്ലാം കഴിഞ്ഞിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ തമ്മിലുള്ള പാർവതിയും ജയറാമും തമ്മിലുള്ള അടുപ്പം പോലും പലപ്പോഴും പാർവതി എന്നോട് ഇവിടെ വന്നിരുന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി അമ്മ ചോദിച്ചാൽ ഞാനിവിടെ ഉണ്ടെന്ന് പറയാറുള്ളേ എന്ന് പോലും പറഞ്ഞിട്ടുള്ള അതുവരെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഭയങ്കര, പിന്നെ അവരെല്ലാം വളരെ സന്തോഷമായിട്ട് അതങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് മഞ്ജു വാര്യർ, പാർവതി, മഞ്ജു വാര്യർ, ചിപ്പി, സുചിത്ര, പിന്നെ അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസിനെ എനിക്ക് ഒരുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം പോരാത്തതിന് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ നയൻതാര ആദ്യത്തെ ഫിലിം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എൻ്റെ അടുത്ത് ഏതോ ഒരു ഏഷ്യാനെറ്റിൻ്റെ ഒരു ഷൂട്ടിങ്ങിന് പോയിട്ട് എൻ്റെ അടുത്ത് ഫസ്റ്റായിട്ട് ഒരുങ്ങാനും ഒക്കെ ആയിട്ട് വന്നു. ഞങ്ങളും ഭയങ്കര, ഡയാന നയൻതാരയുടെ വീട്ടിലെ പേര്, വളരെ അടുപ്പമായിരുന്നു. അങ്ങനെ വന്ന് ഒരുക്കുകയും പിന്നെ അന്നേരമൊക്കെ നയൻതാര കയറിയ സമയമാണ്. നയൻതാരയ്ക്ക് വാക്സിനെ കുറിച്ചും ഒരുപാട് സംശയങ്ങളാണ്. അപ്പോൾ എന്നോട് എപ്പോഴും വിളിച്ച് ഫോണിൽ കൂടെ എങ്ങനെയാണ് ചേച്ചി, അതെന്താണ് ഇതെന്താണ് ചോദിക്കുകയും അങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് നല്ലൊരു അടുപ്പമായിരുന്നു. അതുപോലെ തന്നെ മഞ്ജുവാറായിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും എനിക്ക് നല്ല അടുപ്പാണ്. എപ്പോഴും ഞാൻ ഫോൺ വിളിക്കുകയും എടുക്കുകയും അതെപ്പോൾ വന്നാലും അങ്ങനെ ഒരു സ്നേഹം, അന്നത്തെ സ്നേഹം എല്ലാവരോടും ഇപ്പോഴും എല്ലാവരും തമ്മിൽ ആ ഒരു സ്നേഹം എനിക്കെന്തോ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും എൻ്റെ വേറെ ഒരു ഫേവറേറ്റ് ഒരാളാണ് കമലാദാസ്, മാധവിക്കുട്ടി. അയ്യോ, എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. എനിക്ക് ഒരുപാട് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ ഞാൻ ഈ ഒരുപാട് ബ്യൂട്ടി പാർലർ റിനോവേഷനൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാം കൂടെ ആയിട്ട് എൻ്റെ ആ ഫോട്ടോസ് എല്ലാം മിസ്സായിപ്പോയി. അതെനിക്കൊരു വലിയൊരു സങ്കടമാണ്. അതുപോലെ ചേച്ചിയും മാഗസീനിലൊക്കെ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ മസാജ് ചെയ്യുമ്പോൾ ചേച്ചി ഫേഷ്യൽ ചെയ്ത് കൊടുക്കുമ്പോൾ ചേച്ചി അറിയാതെ ഉറങ്ങി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്നെ മിക്കവാറും ദിവസം ഉച്ചയാകുമ്പോൾ ഭയങ്കര ഒരു ലവിങ് നേച്ചറാണ്. ഉച്ചയാകുമ്പോൾ എന്നെ വീട്ടിലോട്ട് ഒരുങ്ങി ഇങ്ങോട്ട് വാ കുട്ടി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവിടെ ചെന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിപ്പിച്ച് ചിലപ്പം ചേച്ചിയുടെ സാരിയൊക്കെ ചിലപ്പോൾ ഉടുപ്പിച്ചിട്ട് ഫോട്ടോഗ്രാഫേഴ്സിനെ കൊണ്ട് ഫോട്ടോ വരെ എടുപ്പിച്ചിട്ടുണ്ട്. വളരെ അടുപ്പമായിരുന്നു മാധവിക്കുട്ടി ചേച്ചി, കമലാദാസ്. പിന്നെ എറണാകുളത്തോട്ട് പോയി കഴിഞ്ഞിട്ട് എറണാകുളത്തും ഞാൻ പോയി കാണാൻ പോയിട്ടുണ്ട്. വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു.